ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ഇടുന്നത്. ഞാൻ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ലോങ് വീഡിയോസ് ഒന്നും നമ്മൾ യൂട്യൂബ് വരെ എത്തുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നും എഡിറ്റ് ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതെന്താ റീസൺ എന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. അപ്പോൾ ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. ടുഡേ ഈസ് 26/1/26 Jan 26 ഓഫ് 2026. ഫാൻസി നമ്പറാണ്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ടുഡേ സ്റ്റാർട്ട്സ് ദ ഫസ്റ്റ് ഡേ ഓഫ് മൈ 32nd ചാപ്റ്റർ. ഓക്കെ, അങ്ങനെ 32 വയസ്സൊക്കെ ആയിപ്പോയി, എന്ത് ചെയ്യാൻ. അപ്പോൾ അത് തുടങ്ങുന്ന സ്ഥലം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ എറണാകുളത്തപ്പൻ അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിന്ന് വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. സനു മാഹിനും വന്ന് വിളിച്ചപ്പോൾ ജസ്റ്റ് അവരുടെ കൂടെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ആൻഡ് നമ്മൾ എറണാകുളത്തപ്പൻ അമ്പലത്തിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ ഗാനമേളയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞു. അപ്പോൾ അത്രയും ലേറ്റായിട്ടാണ് നമ്മൾ ചെന്നത്. ഓൾമോസ്റ്റ് 11-12 ആവാറൊക്കെ ആയിട്ടുണ്ട്. കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ബർത്ത്ഡേ ഫീലിംഗ് ഭയങ്കര ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല, അങ്ങനെ ഭയങ്കര ഹാപ്പിനെസ് ഒന്നുമല്ല. ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയി തുടങ്ങും ബർത്ത്ഡേ ഡേറ്റ് ആവാൻ വരുമ്പോൾ. കാരണം എൻ്റെ ബർത്ത്ഡേ എന്നേക്കാൾ കൂടുതൽ എക്സൈറ്റഡും എന്നെ ഫസ്റ്റ് വിഷ് ചെയ്യുന്ന ആളും ഇന്ന് ഫിസിക്കലി എൻ്റെ ഒപ്പം ഇല്ല. അച്ഛനെ ഞാൻ എല്ലാ ദിവസവും മിസ് ചെയ്യും, പക്ഷേ എൻ്റെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ അമ്മയുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് മിസ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഞാൻ കംപ്ലീറ്റ്ലി ഒന്ന് ഡൗൺ ആവും. ഇന്ന് വൈകുന്നേരമൊക്കെ ഞാൻ അങ്ങനെ ഒരു മൂഡിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത് കുറച്ചും കൂടെ ഒരു ഗുഡ് ഫീലിംഗ് ആണ്. കാരണം അല്ലെങ്കിൽ വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കിടന്ന് കരഞ്ഞ് മെഴുകിയേനെ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പം ഒരു ചെറിയ കേക്ക് കട്ടിങ് സെറമണിയൊക്കെ അങ്ങ് നടത്തി. വലിയ കേക്ക് ആ ടൈമിൽ കിട്ടിയില്ല, അപ്പോൾ കിട്ടിയ കേക്ക് വെച്ച് നമ്മളതങ്ങ് നടത്തി. പിന്നെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയാൻ കണ്ണേട്ടൻ ഒരു ഹെഡ്സെറ്റിന് മുന്നേ ഒരു 2 days മുന്നേ എനിക്ക് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ച് കാറിലോട്ട് കയറി കഴിഞ്ഞപ്പം ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞിട്ടൊരു ചെറിയൊരു ഹാമ്പർ എൻ്റെ കയ്യിലോട്ട് വന്നു. അപ്പം ഈ ഹാമ്പർ കണ്ടപ്പം എനിക്ക് ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. കാരണം നമുക്ക് ബൈ ദ വേ ഈ സിറ്റുവേഷനിൽ പറയാൻ പറ്റുമോ എനിക്കറിയില്ല, നമ്മളൊരു ഓൺലൈൻ ഹാമ്പർ സ്റ്റോറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഷോർട്സൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാരെങ്കിലും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ham.co എന്നാണ് നമ്മുടെ പേജിൻ്റെ പേര്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഹാമ്പറിലോട്ട് തിരിച്ചു വരാം. അങ്ങനെ ഒരു ഹാമ്പർ എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ഹാമ്പറിനുള്ളിൽ ഞാൻ ആദ്യം വിചാരിച്ച ചോക്ലേറ്റ് ഹാമ്പർ ചുമ്മാ എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ചെയ്തതായിരിക്കുന്നു. പക്ഷേ അതിനുള്ളിൽ ഒരു വാച്ചൊക്കെ വെച്ചാണ് സാർ തന്നത്. പക്ഷെ ഞാനിത് അഴിക്കുമ്പോഴെല്ലാം എൻ്റെ മൈൻഡിൽ ഇതാരാണിത് ചെയ്തതെന്നുള്ളതായിരുന്നു. ഇതാരെ കൊണ്ട് ചെയ്യിച്ചു ഇങ്ങനൊരു ഹാമ്പർ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ മാത്രമേ ഈ ലോകത്ത് ഹാമ്പർ ചെയ്യുന്നുള്ളോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റും സർപ്രൈസും ഒക്കെ കിട്ടി സന്തോഷത്തിൽ പോയി കിടന്ന് ഉറങ്ങി. പിന്നെ ഇത് രാവിലെയാണ് കേട്ടോ. പിറ്റേ ദിവസം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുവാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു അമ്പലമാണ് കൊറ്റങ്കാവ് ദേവി ക്ഷേത്രം. അവിടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെയും ഉത്സവത്തിൻ്റെ സമയമാണ്. അപ്പോൾ പുറത്തേക്കുള്ള എഴുന്നള്ളത്തൊക്കെ കണ്ട് തൊഴുതിട്ട് ഞാനും മിനിയമ്മയും കൂടെയാണ് പോയത്. പിന്നെ അമ്പലത്തിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അവന് ഇഡലിയും സാമ്പാറും ഒക്കെ കഴിച്ച് വീട്ടിൽ വന്ന് എന്നിട്ട് ഞാൻ കുറച്ച് പണിയൊക്കെ ഒതുക്കി കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ അടുത്തോട്ട് ഓടിപ്പോയി. കാരണം ഈ ഒരു ദിവസം അമ്മയെ ചെന്ന് കാണണമല്ലോ. അപ്പോൾ അമ്മ കെട്ടിപ്പിടിച്ച് എന്നെ വിഷ് ചെയ്തപ്പം വീണ്ടും ഒരു കൊച്ചെന്നുള്ള ഒരു ഇതിലോട്ടായിപ്പോയി. കാരണം അമ്മമാരുടെ അടുത്ത് എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീലിംഗ് വരുന്നത്. അങ്ങനെ അവിടെ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ കണ്ണൻ എനിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. Happy birthday to you. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്തു. അന്ന് ലഞ്ചും ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് തന്നെയാണ് കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ചുമ്മാ സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ചാളിയൊക്കെ അടിച്ചിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിൽ വന്ന് നല്ലൊരു ഉറക്കം പാസ്സാക്കി. കാരണം തലേന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. പിന്നെ അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ രാവിലെ പോയ അമ്പലമില്ലേ, അവിടെ ഞാൻ രാവിലെ അമ്മിയെ കൊണ്ടുപോയില്ല. കാരണം തലേന്ന് രാത്രി ഞാൻ വന്നത് 2 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ വന്നത്. അപ്പോൾ രാവിലെ അവളെ ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയില്ല. അപ്പോൾ വൈകുന്നേരം കൊണ്ടുപോകാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ വൈകിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് കൊണ്ടുപോയി അവിടുന്ന് 1-2 ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് അവിടുത്തെ പകൽപ്പൂരം വരുന്നുണ്ടായിരുന്നു, ഘോഷയാത്ര, അതും ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ അങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്തത്. നേരെ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങി. പക്ഷേ ഈ ഒരു വ്ളോഗ് പ്രോപ്പർ വ്ളോഗൊന്നും അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ വീഡിയോ ഇടുക എന്നുള്ള ഒരു സാധനം എനിക്ക് മൈൻഡ് ബ്ലോക്ക് വന്നിരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു മൈൻഡ് ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ദിവസം റെക്കോർഡ് ചെയ്യുകയും ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടതും. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നല്ല വ്ളോഗ്സ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.